നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് ശേഷം കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. കാസർഗോഡ് ജില്ലയിലെ LDFിന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ. ഏതാണ്ട് പോളിംഗ് കഴിഞ്ഞ് ഒരാഴ്ചയോടടുക്കുന്നു. എങ്ങനെയാണ് LDFിന്റെ ഒരു പ്രതീക്ഷകൾ? കണക്കുകൂട്ടലുകളെല്ലാം പൂർത്തിയായോ? 5 മണ്ഡലമാണ് നമ്മുടെ ജില്ലയിലുള്ളത്. 5 മണ്ഡലത്തിൽ 3 മണ്ഡലം നിലവിൽ LDF ആണ്. തൃക്കരിപ്പൂര്, കാഞ്ഞങ്ങാട്, ഉദുമ. ആ 3 മണ്ഡലങ്ങളും LDF നിലനിർത്തും. മഞ്ചേശ്വരം, കാസർഗോഡ് വൻ മുന്നേറ്റം ഉണ്ടാവും. ഇതാണൊരു പൊതുവിലയിരുത്തൽ. ഇത്തവണ എല്ലാ ജില്ലകളിലും കണ്ടുവരുന്നത് ഈ പോളിംഗ് ശതമാനത്തിൽ വർധനവ് 1% മുതൽ മുകളിലോട്ട് വർധനവുണ്ടായിട്ടുണ്ട്. ആ വർധനവ് ഏത് രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ സ്വാധീനിക്കുക? അങ്ങനൊരു ഉത്കണ്ഠ LDFിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വലിയ ഉത്കണ്ഠ വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ ചില SIRുമായി ബന്ധപ്പെട്ട് ചില കൺസോൾട്ടേഷന് ചെറിയൊരു വിഭാഗം ശ്രമിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് കുറയണമെന്നില്ല. കാരണം SIR ആയാലും അത് വിദേശ പൗരത്വ ബില്ലിൻ്റെ ഘട്ടത്തിലൊക്കെ ഏറ്റവും ശരിയായ മതന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. അത് വിശേഷിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്ത നിലപാട്, കേരള നിയമസഭ എടുത്തിട്ടുള്ള നിലപാട്, അതിനുശേഷം തുടർച്ച എന്നുള്ള രീതിയിൽ ഇപ്പോൾ നാറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. ഒരു നിയമനിർമ്മാണത്തിലൂടെയാണ്, അത് വെറുതെ അനായാസം തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നിയമനിർമ്മാണത്തിലൂടെയാണ് ആ നാറ്റിവിറ്റി കാർഡ് കൊടുക്കണം നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഒരു സുരക്ഷിതത്വം, അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഏറ്റവും നിർണായകമായ ഇടപെടലാണ്. അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമേ അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ച് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇടതുപക്ഷത്തോട് സ്വാഭാവികമായും ആഭിമുഖ്യം പുലർത്തേണ്ടതല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഇപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷനാണ്, അതുകൊണ്ട് LDFിന് കനത്ത തിരിച്ചടിയാണെന്ന വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായി അത് LDFിനെതിരാവുമെന്നൊരു രാഷ്ട്രീയ വിശകലനം കൂടി പലരും നടത്തുന്നത്. അത് രാഷ്ട്രീയ വിശകലനം നടത്തുന്നത് അതിൽ അർത്ഥമില്ല. കാരണം പിന്നെ ഈ വോട്ട് ചെയ്യുന്നവരെല്ലാം ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുന്നതാണോ കണക്കാക്കേണ്ടത്? അങ്ങനെയല്ല. മാത്രമല്ല, അത് നമ്മുടെ ജില്ലയിൽ വിശേഷിച്ച് കേരളത്തിൽ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കൺസോൾട്ടേഷൻ്റെ ഇതേപോലെ വലിയ വാർത്ത വരുന്നു. പക്ഷേ നമ്മുടെ ജില്ലയിൻ്റെ റിസൾട്ട് എന്താ? നമ്മുടെ ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിഞ്ഞത് ഇന്ന് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കൊണ്ടുകൂടിയാണ്. കാരണം ചെറുവത്തൂർ ഡിവിഷൻ, പിന്നെ പടന്ന, തൃക്കരിപ്പൂർ ഉൾപ്പെടെ പടന്ന ചെറുവത്തൂരാണ്. അപ്പം ആ മണ്ഡലത്തിൽ വരുമ്പോൾ നമ്മൾ നല്ല വോട്ടിന് 3000 ചില്ലറ വോട്ടിനാണ് ആ ജില്ലാ ഡിവിഷൻ ജയിച്ചത്. ബേക്കൽ ഡിവിഷൻ, അതുപോലെ പള്ളിക്കര പഞ്ചായത്ത്, പടന്ന പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു. ഈ തീരദേശ പഞ്ചായത്തുകളെല്ലാം നല്ല രീതിയിൽ തന്നെ മുസ്ലിം സഹോദരങ്ങൾക്ക് വോട്ടുള്ള പഞ്ചായത്തുകളാണ്. പക്ഷേ അവിടങ്ങളിൽ ആ ഒരു രീതിയിലൊന്നും നമുക്കെതിരായി ഒരു വികാരം ഉണ്ടായില്ല, നിലപാടുണ്ടായില്ല. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇടതുപക്ഷം എപ്പോഴും മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ്. എന്നാൽ ബോധപൂർവം ചില മേഖലകളിൽ നിന്ന് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചെറുതായി കാണുന്നില്ല. UDF ഗ്രൂപ്പുകളിലൊക്കെ വ്യാപകമായി ഈ വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളും, അതോടൊപ്പം തന്നെ ഇനി സ്ഥിരതാമസക്കാരാണെന്ന് തെളിയിക്കാൻ വീണ്ടും രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു? ശ്രദ്ധിച്ചു, തീർച്ചയായും. അത് രാവിലെ മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ച ദിവസം രാവിലെ തന്നെ പോയിട്ടുള്ളൊരു മെസ്സേജാണ്. അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കൂടി ബോധപൂർവ്വം തയ്യാറാക്കിയിട്ടൊരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടായാലും വോട്ടവകാശം വിനിയോഗിക്കണമെന്നേ ഉള്ളൂ. വോട്ടവകാശം UDFന് വോട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ എന്നുള്ള രീതിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വോട്ടവകാശം വിനിയോഗിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകും. ആ വോട്ടവകാശം ശരിയായ രീതിയിൽ തന്നെ ആളുകൾ വിനിയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ കാസർഗോഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ 2 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരം, കാസർഗോഡ് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും ഈ 2 മണ്ഡലങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ 2 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതേൻ്റെ ചില പ്രദേശങ്ങളിൽ സ്വാധീനമുള്ള മേഖലയാണ്. 1. 2, രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന് കനത്ത സ്വാധീനമുള്ള മണ്ഡലമാണ്. ഒപ്പം അതേപോലെ തന്നെ BJPക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക സവിശേഷതകൾ നമ്മുടെ ഈ 2 മണ്ഡലത്തിലുണ്ട്. പൊതുവേ ഇടതുപക്ഷം അല്ലെങ്കിൽ LDF ഈ 2 മണ്ഡലങ്ങളിലും പല ഘട്ടങ്ങളിലും 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ 2 മണ്ഡലങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു പുത്തനുണർവ് എന്ന് പറയുന്നത്, ഒന്നത് സ്ഥാനാർത്ഥികളുടെ മികവ് കൂടിയുണ്ട്, അതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ പൊതുവേ ഈ പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പ്രത്യേകിച്ച് ഒരു യൂത്ത് ജനറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ കാസർഗോഡ് വിശേഷിച്ചും, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥി ഇടത് സ്വതന്ത്രനായിട്ടാണ് ഷാനവാസ് മത്സരിച്ച്. അത് ആദ്യഘട്ടം തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നു.
അതിന് അത് പിന്നീടുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വോട്ടർമാരെ വോട്ടർമാരെ കാണുന്ന അവസരത്തിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടൊരു പ്രതികരണമുണ്ട്. അതൊക്കെ ഈ വോട്ട് വർധനവിൽ വളരെ ശക്തമായി തന്നെ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വരും ഭാവിയിലേക്കുള്ള കാസർഗോഡിൻ്റെയും മഞ്ചേശ്വരത്തിൻ്റെയും മാറ്റത്തിൻ്റെ സൂചനകൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. തീർച്ചയായും. കാരണം ആളുകൾ ഇങ്ങനെ ഒരു വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാടല്ല ആളുകൾക്കുള്ളത്. ആളുകൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണം, അതുപോലെ തന്നെ ക്രമസമാധാനം ഉറപ്പുവരുത്തണം, വർഗീയ സംഘർഷങ്ങളില്ലാത്ത, വർഗീയ കലാപങ്ങളില്ലാത്തൊരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു മതേതര ജനാധിപത്യ സമൂഹമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഉറപ്പുവരുത്തണമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാവണം. കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ ആ പോളിങ്ങിനെ വിശകലനം ചെയ്യുന്നത് LDF ആണ്, പ്രത്യേകിച്ച് അതിൽ CPM ആണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അങ്ങ് ജയിച്ചത്. അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് എത്തുമ്പോൾ 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്, ഉദുമയിലെത്തുമ്പോൾ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. ഇത്തവണ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഏത് നിലയിൽ അവസാന ഘട്ടത്തിൽ ഇതിനെ വിലയിരുത്താൻ പറ്റും? സൂക്ഷ്മമായി പരിശോധിച്ചാൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിൽക്കണമെന്നില്ല. വോട്ട് വർധനവുണ്ട്, ചില കൺസോളിഡേഷൻ്റെ ചില ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ ഒരിക്കലും ജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കില്ല. നമ്മുടെ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നുള്ളത് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. മറ്റ് വടക്കൻ മേഖലയിൽ 2 മണ്ഡലങ്ങളും വരുന്ന ആളുകളിൽ ഒരു ഇടതുപക്ഷത്തിനുള്ള ഒരു എൻട്രി തുറന്നു വെക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നിലവിൽ LDFൻ്റെ കയ്യിലുള്ള 3 സീറ്റും നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തും. അതോടൊപ്പം തന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ഭാവിയിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതിന് അനുകൂലമാകുന്ന സാഹചര്യം വോട്ടിങ്ങിൽ ഇത്തവണ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ പങ്കുവയ്ക്കുന്നത്.